സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി ഇന്ന് രൂപീകരിച്ചേക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പട്ടിക സമർപ്പിക്കാൻ കൂടുതൽ സമയം ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അത് ഇന്നത്തേക്ക് മാറ്റിയത്. സംസ്ഥാന സർക്കാർ ഇതിനകം പട്ടിക സമർപ്പിച്ചു കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, പറയൂ. SKN ഗവർണറും സർക്കാരും തമ്മിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു പോരനാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ പരിഹാരമാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി ഇന്ന് രൂപം നൽകും. ഇതിനായി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പട്ടിക, ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ പട്ടിക സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ. എന്നാൽ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ഈ പട്ടിക സമർപ്പിക്കുന്നതിനായി കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇന്നെന്തായാലും ഈ പട്ടിക ചാൻസലർ സമർപ്പിക്കും. തുടർന്ന് ഇതിൽ UGCയുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി ഇന്ന് അന്തിമ രൂപം നൽകും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ നേരത്തെ തർക്കങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി സർക്കാരും ഗവർണറും സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ VC നിയമനത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ ഒരു തർക്കത്തിന് ഇന്ന് പരിഹാരമാകും. സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റിക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ദക്ഷസ് പറയുന്നു കാസർഗോഡൊക്കെ നല്ല മഴയാണ്, നീലേശ്വരത്തൊക്കെ നല്ല കനത്ത മഴ പെയ്യുന്നു. എന്താ അവധി കൊടുക്കാത്തത്? അവധി കൊടുത്ത് ഇനി മഴ നിർത്തണോ?